വെക്കാൻ പോകുന്നത് സോയാബീൻ മസാലക്കറിയാണ്. ആദ്യം ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു. ഇത്രയായിട്ട് കടുക് ഇടണം. ആദ്യം കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കണം. കുറച്ച് വഴന്നു വരുമ്പോഴത്തേക്ക് അതിന് ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. വെളുത്തുള്ളി ഇടിച്ചത്, കുരുമുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, ഗരം മസാല വേണം, മുളക് പൊടി വേണം, 2 പച്ചമുളക് വേണം, ഇച്ചിരി കരിയാപ്പിലയും മല്ലിയിലയും വേണം, തക്കാളിക്ക വേണം, പിന്നെ ഉരുളക്കിഴങ്ങ് വേണം, പിന്നെ സോയാബീൻ. ഇത്രയും സാധനങ്ങളുണ്ട്. ഉള്ളി വഴണ്ട് വന്നിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെയുള്ള പേസ്റ്റ്, 1 കഷ്ണം ഇഞ്ചി, 5 വെളുത്തുള്ളി, അത് ചതച്ചത്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക്, 1 സ്പൂൺ മുളക് പൊടി, പച്ചമുളക്, 2 തക്കാളിക്ക അരിഞ്ഞു വെച്ചത്, 4 ചെറിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചത്, ചെറിയ തീയിൽ കുറച്ചത് വേകണം. ഉരുളക്കിഴങ്ങ് പകുതി വേകണം. പകുതി വേവായി ഉരുളക്കിഴങ്ങ്. അതിൻ്റെ കൂടെ നമ്മൾ ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെച്ചേക്കുന്ന സോയാബീനാണിത്. ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് ഗരം മസാല ചേർക്കണം, 1 സ്പൂണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് ബാക്കി ഇത് വേകാൻ വെക്കണം. അതിൻ്റെ അകത്ത് കുടിക്കണം നന്നായിട്ട്. കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. ഇനി അത് ഇരുന്ന് വെന്ത് പറ്റണം, എന്നാലേ അതിൻ്റെ അകത്തെല്ലാം പിടിക്കുകയുള്ളൂ. കുറച്ച് നേരം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേളിലോട്ട് കരിയാപ്പിലയും മല്ലിയിലയും കൂടെ ഇടാം. മല്ലിയില നല്ലതായിട്ടുണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. സോയാബീൻ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് അതിൻ്റെ ഇത് വെള്ളം പിഴിഞ്ഞ് കളയണം. എന്നിട്ട് വേണം ഇതിൻ്റെ അകത്ത് ലാസ്റ്റ് ചേർക്കാനായിട്ട്. സോയാബീൻ മസാലക്കറി റെഡിയായി. ട്രൈ ചെയ്ത് നോക്കണേ.